ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നതാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ ഞാനിവിടെ 6 തേങ്ങ എടുത്തിട്ട് ചിരകി അത് മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ പറഞ്ഞ് 2 വീതം തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തിട്ട് ഒന്ന് പാലെടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും ആ തേങ്ങനെ നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. ഇങ്ങോട്ട് അത് നമ്മൾ അരിച്ചെടുക്കുക അതേപോലെ തോർത്തിലിട്ടിട്ട്. ഇത് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അടുപ്പത്ത് ഫ്രൈ ആക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കണം. അപ്പോൾ 2 പാലും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ ഇടയിൽ ബിരിയാണി അരി എടുക്കാൻ പോയതാണ് നിങ്ങൾ കണ്ടത്. ഇത് നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് കുക്കറിലിട്ടിട്ട് നല്ലോണം കൂക്കിച്ച് വേവിച്ചെടുത്തതാണ്. ഒരു 2-3 വിസിലൊക്കെ കൂക്കിച്ചെടുത്താൽ തന്നെ അത് നന്നായി വെന്ത് കിട്ടും, നുറുക്ക് ഗോതമ്പായതുകൊണ്ട്. ഇനി അതിൻ്റെ കട്ടൊക്കെ നന്നായി ഉടച്ചെടുക്കണം. നല്ല രീതിയിൽ ഉടച്ച് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൽ കട്ടകളൊന്നുമില്ലാത്ത രീതിക്കാക്കി എടുക്കണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാലല്ല രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. അതിന് ശേഷം ലാസ്റ്റ് ഇറക്കാൻ നേരത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒഴിച്ചത് രണ്ടാം പാലാണ്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇളക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഇതുപോലെ അരിച്ച് ഒഴിച്ച് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ശർക്കരയിലുണ്ടെങ്കിൽ അത് നമ്മുടെ പായസത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലും നുറുക്ക് ഗോതമ്പും നമ്മുടെ ശർക്കരപ്പാനിയും കൂടെ നല്ല രീതിക്ക് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഒന്നാം പാൽ ഒഴിക്കാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നാം പാൽ ഇട്ട് കൊടുത്ത് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ച ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു. അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കശുവണ്ടിയും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. പിന്നെ ഗോതമ്പിൻ്റെ പായസം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിലൊക്കെ ഒരു ലൂസായിട്ട് തോന്നുമെങ്കിലും പിന്നെ അത് ഇരുന്ന് കുറുകി വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ പായസം തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.